മാതൃഭൂമി ന്യൂസ് ബിഗ് ഇമ്പാക്ട്. ശബരിമല സ്വർണ്ണപ്പാളി കേസിന്റെ അന്വേഷണം പ്രത്യേക സംഘത്തിന് കൈമാറിയിരിക്കുകയാണ് ഹൈക്കോടതി. ക്രൈംബ്രാഞ്ച് SP ആയ S ശശിധരനാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ. ക്രൈംബ്രാഞ്ച് മേധാവി മേൽനോട്ടം വഹിക്കും. മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ട നിർണായക ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ച് ദേവസ്വം വിജിലൻസ് നൽകിയ റിപ്പോർട്ട് കൂടി പരിഗണിച്ചാണ് കോടതി ഈ ഉത്തരവിറക്കിയിരിക്കുന്നത്. 1998 ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശിയിരുന്നുവെന്ന് ഈ റിപ്പോർട്ടിൽ ദേവസ്വം വിജിലൻസ് സ്ഥിരീകരിക്കുന്നുണ്ട്. 2019 ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം പ്രസിഡന്റായിരുന്ന പത്മകുമാറിന് അയച്ച ഇമെയിൽ സന്ദേശവും നിർണായക തെളിവായി മാറുകയായിരുന്നു. സ്വർണ്ണപ്പാളി സംബന്ധിച്ച് ഇതിൽ സുപ്രധാന സൂചനകളുമുണ്ട്. കൊച്ചിയിൽ നിന്നും ബിനിലും തിരുവനന്തപുരത്ത് നിന്നും R അനന്തകൃഷ്ണനും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം ബിനിലേക്കാണ്. കോടതി നടപടികളുടെ വിശദാംശങ്ങൾ ബിനിലായിരിക്കും നമ്മളോട് പങ്കുവയ്ക്കുന്നത്. ബിനിൽ, നിർണായകമായ ഇടപെടലാണ്. ഇതിൽ ഒരു ക്രിമിനൽ കേസെടുത്ത് അന്വേഷണം മുന്നിലേക്ക് പോയാൽ മാത്രമേ സ്വർണം തെളിയുകയുള്ളൂ എന്ന് നമ്മൾ ഓരോ ദിവസവും പറയുന്നതാണ്. നിർണായകമായ തെളിവുകൾ അത് മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. മാതൃഭൂമി പത്രത്തിലെ ചിത്രങ്ങളടക്കം നമ്മൾ പുറത്തേക്ക് വിട്ടതാണ്. അതിലാണ് ഇപ്പോൾ ഈ നിർണായക തീരുമാനം വന്നിരിക്കുന്നത്. എന്തെല്ലാം തെളിവുകൾ കോടതിക്ക് മുന്നിലെത്തിയിരുന്നു? എങ്ങനെയാണ് ഇടപെടൽ ഉണ്ടാകുന്നത്? പൂജ, ശബരിമലയിലെ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട കേസ് ഇന്ന് പ്രത്യേകമായി പരിഗണിക്കാൻ ഹൈക്കോടതി തീരുമാനിക്കുകയായിരുന്നു. അതായത് ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണം നടക്കുമ്പോൾ ആ അന്വേഷണ സംഘത്തെ നയിക്കുന്ന വിജിലൻസ് SP നേരിട്ട് കോടതിയിൽ ഹാജരായി. ഏതാണ്ട് 20 മിനിറ്റ് എടുത്ത് അദ്ദേഹം ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അപ്പോൾ തന്നെ ഇതൊരു ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കേണ്ട കാര്യമാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും സത്യസന്ധരാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെടുന്ന ഒരു അന്വേഷണ സംഘത്തെ തന്നെ ഹൈക്കോടതി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ അന്തിമമായ ഉത്തരവിറക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. പക്ഷേ ഹൈക്കോടതി ആ SITയുടെ പേരുവിവരങ്ങളടക്കം പ്രഖ്യാപിക്കുകയാണ് ഇന്ന് കോടതിയിൽ ചെയ്തിരിക്കുന്നത്. ലോ ആൻഡ് ഓർഡർ ADGP, അതായത് ക്രമസമാധാന ചുമതലയുള്ള ADGP H വെങ്കിടേഷനാണ് ഈ SITയുടെ മേൽനോട്ട ചുമതല. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ പോലീസ് ട്രെയിനിങ് കോളേജിലെ SP ആയിട്ടുള്ള SP S ശശിധരൻ, അദ്ദേഹം നേരത്തെ വിജിലൻസിലായിരുന്നു. അദ്ദേഹമാണ് ഈ കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായി വരാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ വിവിധ സ്റ്റേഷനുകളിലെ SHOമാർ, സൈബർ പോലീസിലെ വിദഗ്ധർ, അങ്ങനെ 5 പേരടങ്ങുന്ന ഒരു സംഘത്തെയാണ് ഹൈക്കോടതി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ വെള്ളിയാഴ്ച ഇത് സംബന്ധിച്ച ഉത്തരവിറക്കി കോടതിയെ അറിയിക്കാനാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഈ ശബരിമല സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട ഒരുപാട് പരാതികൾ സന്നിധാനം പോലീസ് സ്റ്റേഷനിലും പമ്പ പോലീസ് സ്റ്റേഷനിലും അടക്കം ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അത്തരത്തിലുള്ള പരാതികളൊക്കെ തന്നെ ഈ SITക്ക് കൈമാറാനാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അവർ ഇതെല്ലാം വിശദമായി പരിശോധിക്കട്ടെ എന്ന് കോടതി വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ ദേവസ്വം വിജിലൻസിന്റെ ഇടക്കാല റിപ്പോർട്ട് അത് വെള്ളിയാഴ്ച ഹാജരാക്കാനും കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നു. അതായത് കൃത്യമായൊരു റിപ്പോർട്ടിലേക്ക് തന്നെ വരട്ടെ ആഭ്യന്തര അന്വേഷണം എന്നാണ് കോടതി വ്യക്തമാക്കുന്നത്. ഇന്ന് 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കോടതിയിൽ ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ ദ്വാരപാലക ശില്പത്തിൽ 1998 തന്നെ സ്വർണം പൊതിഞ്ഞിരുന്നു എന്ന കാര്യം നേരത്തെ തന്നെ കോടതിക്ക് ബോധ്യപ്പെട്ടതാണ്. മാതൃഭൂമി ന്യൂസ് അടക്കം ഇത് സംബന്ധിച്ച വിവരങ്ങളൊക്കെ നൽകുകയും ഇതിന്റെ ചിത്രങ്ങളടക്കം, പത്രത്തിലെ ചിത്രങ്ങളടക്കം പുറത്തേക്ക് വന്നപ്പോഴാണ് അക്കാര്യത്തിൽ ഒരു വ്യക്തത കൈവരികയും ചെയ്തത്. അതോടൊപ്പം തന്നെ ഇന്ന് നിർണായകമായിരിക്കുന്നത് ഈ ദ്വാരപാലക ശില്പങ്ങളിൽ 1.5 കിലോ സ്വർണം ഉണ്ടായിരുന്നു എന്നതാണ് UB ഗ്രൂപ്പിന്റെ കണക്ക്. അത് കോടതിയുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നു. ശബരിമല തങ്ക ശ്രീകോവിലാണ് യഥാർത്ഥത്തിലുള്ളത്. 22 കാരറ്റ് സ്വർണമല്ല, 24 കാരറ്റ്, അതായത് യഥാർത്ഥ തങ്കം പൊതിഞ്ഞ ശ്രീകോവിലാണ്. അവിടെ മൊത്തത്തിൽ ഏതാണ്ട് 30 കിലോയിലധികം. അങ്ങനെ വളരെ പെട്ടെന്നാണ് ദേവസ്വം വിജിലൻസിന്റെ നീക്കങ്ങൾ പോലും ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ചോദ്യം ചെയ്യൽ കഴിഞ്ഞതാ ഇന്ന് രാവിലെയോടുകൂടി ആ റിപ്പോർട്ടുമായിട്ട് ഹൈക്കോടതിക്ക് മുന്നിൽ എത്തുകയാണ്. തെളിവുകൾ ദേവസ്വം വിജിലൻസിന് കിട്ടിയിട്ടുണ്ട്. കോടതി മുഖവിലക്കെടുത്ത തെളിവുകളിലൊന്ന് മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ട കാര്യങ്ങൾ തന്നെയായിരുന്നു. R അനന്തകൃഷ്ണൻ കൂടി തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനന്തൻ, ഓരോ ദിവസവും നിർണായകമായ തെളിവുകൾ നമ്മൾ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. മാതൃഭൂമി പത്രത്തിൽ പണ്ടുണ്ടായിരുന്ന ചിത്രങ്ങൾ അടക്കം നമ്മൾ പുറത്തുവിട്ടതാണ്. ഇന്ന് രാവിലെ പോലും നിർണായകമായ പ്രതികരണങ്ങൾ നമ്മൾ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ആ തെളിവുകളാണ് കോടതിയിൽ ഇന്ന് സംസാരിച്ചത്. പൂജ, ഒളിപ്പിച്ചു വെച്ച ശേഷം കാണാനില്ലെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞ ആ പീഠം, അത് അദ്ദേഹത്തിൻ്റെ ബന്ധുവീട്ടിൽ നിന്ന് വിജിലൻസ് കണ്ടെടുത്തു എന്നുള്ള വാർത്ത തൊട്ട്
മാതൃഭൂമി ന്യൂസ് ഈ ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷം അതോടുകൂടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു വില്ലൻ സ്വഭാവത്തിലേക്ക് മാറുന്നത്. അയാൾക്ക് എന്തൊക്കെയോ ഒളിക്കാനുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ബോധ്യപ്പെടുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിജയ് മല്യയുടെ സ്വർണം പൊതിഞ്ഞ അന്നത്തെ കാലത്തെ വിവരങ്ങളടക്കം നമ്മൾ ഇരുന്ന് പരിശോധിച്ചത്. അങ്ങനെ അന്നത്തെ മാതൃഭൂമി വാർത്തകളിലെ ആ വിശദാംശങ്ങളെല്ലാം പുറത്തുവിട്ടു. ഇതോടുകൂടി ഒരു കാര്യം വ്യക്തമായി. 2019 അന്നത്തെ ദേവസ്വം ബോർഡ് ചെമ്പുപാളി എന്ന് പറഞ്ഞ് സ്വർണം പൂശാനുള്ള ചെമ്പുപാളി എന്ന് പറഞ്ഞ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എടുത്തു കൊടുത്തത് അത് സ്വർണമായിരുന്നു, തനിത്തങ്കമായിരുന്നു എന്ന് സമർത്ഥിച്ചത് മാതൃഭൂമി ന്യൂസാണ്. ഈ വാർത്തകളൊക്കെ നൽകുമ്പോൾ ദേവസ്വം വിജിലൻസ് നമ്മുടെ പക്കൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളെല്ലാം തേടിക്കൊണ്ടിരുന്നു. അതടക്കം നമ്മൾ നൽകിയ വിശദാംശങ്ങൾ കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് ദേവസ്വം വിജിലൻസ് ഇപ്പോൾ ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തത്. മാത്രമല്ല, ഇതിനിടയിൽ ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയ നിർണായകമായ വിവരങ്ങൾ പ്രേക്ഷകർക്ക് പങ്കുവച്ചത് മാതൃഭൂമി ന്യൂസാണ്. അതിൽ ബംഗളൂരു കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഈ കവചങ്ങൾ ബംഗളൂരുവിൽ എത്തിച്ചു, ഒറിജിനൽ കവചങ്ങൾ ബംഗളൂരിൽ എത്തിച്ച് വിനീത് ജെയിൻ എന്ന വ്യവസായിക്ക് കൈമാറി എന്നതടക്കമുള്ള കണ്ടെത്തലുകൾ ഒക്കെ, അതുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ പുറത്തുവിട്ടത് മാതൃഭൂമി ന്യൂസാണ്. അതിനൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വന്ന ആദ്യ പരാതികൾ ഒരു വിദേശത്തുള്ള, അതായത് ദുബായിലുള്ള ഒരു അയ്യപ്പ ഭക്തനാണ് നടപടി ആവശ്യപ്പെട്ട് DGPക്ക് ആദ്യം പരാതി നൽകുന്നത്. അത് ADGP H വെങ്കടേഷിന് കൈമാറുകയും ചെയ്തു. ഇതിനു പിന്നാലെ അതേ ഭക്തൻ തന്നെ ജയറാമിനെതിരെ നടപടി ആവശ്യപ്പെട്ട ഒരു പരാതി ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് അയച്ചു. അതിപ്പോൾ ശരിയാണ്. അങ്ങനെ ഏതെല്ലാം തരത്തിൽ ഈ തട്ടിപ്പിന്റെ വ്യാപ്തി പോയിട്ടുണ്ട് എന്നത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങളായിരുന്നു മാതൃഭൂമി ന്യൂസ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. അന്ന് സ്വർണം പൂശിയതിന്റെ കൃത്യമായ രേഖ എവിടെയെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇരുട്ടിൽ തപ്പിയപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള നിർണായക വിവരങ്ങൾ, തെളിവുകൾ, ചിത്രങ്ങൾ അടക്കമായിരുന്നു മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടത്. അതിൽ കൂടിയാണ് ഇടപെടൽ വന്നിരിക്കുന്നത്. ഒപ്പം നമ്മൾ പല കാര്യങ്ങളും കേട്ടിട്ടുണ്ടായിരുന്നു. അന്നത്തെ ദേവസ്വം പ്രസിഡന്റായിരുന്ന A. പത്മകുമാർ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നല്ലോ, ചെമ്പായിരുന്നു, ഞാനുള്ളപ്പോൾ അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു, 1-2 കാര്യമൊക്കെ നോക്കണം എന്നുള്ളത്. എന്തായാലും ആളെ വെട്ടിലാക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്.